അടുത്ത് ഞാൻ നിൽക്കുന്നത് വിവേകാനന്ദ പാറയിലോട്ട് വന്നേ. വിവേകാനന്ദ പാറ വന്നു. അവിടെ ആദ്യം ഞാൻ നിൽക്കുന്നത് ഈ ദേവിയുണ്ട്, ഇവിടുത്തെ പാർവതി ദേവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ മണ്ഡപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ദേവിയുടെ കന്യാകുമാരി ദേവി എന്നാണ് ദേവിയുടെ പാദം പതിഞ്ഞ മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വിവേകാനന്ദ ധ്യാനം ചെയ്ത് അങ്ങോട്ട് നമ്മൾ അടുത്ത് പോകും. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. വിവേകാനന്ദൻ ധ്യാനിച്ചിരുന്ന ആ മണ്ഡപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ധ്യാന മണ്ഡപം അതിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ അങ്ങോട്ട് പോവാണ്. വീഡിയോ നമുക്ക് കയറ്റിയെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ എടുക്കാം, ഇല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിവേകാനന്ദ പാറ വന്നിട്ടുണ്ട്. വേറൊരു നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സൺറൈസ് കലണ്ടർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. സൂര്യൻ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് ദിശയിൽ വരുന്നത്, ഏത് ദിശയിൽ കറക്റ്റായിട്ടുള്ള നേർരേഖയിൽ വരുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴും നമുക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ എഴുതി വരെ വെച്ചിട്ടുണ്ട്. ശരിക്കും ജനുവരി 1-ാം തീയതിയാണ് സൂര്യൻ ശരിക്കും നേർരേഖയിൽ വരുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്, സൂര്യൻ ഉദിച്ചു വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വര ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണായനം, ഉത്തരായനം ഇതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ശരിക്കും സൺറൈസ് കലണ്ടർ എന്ന് പറയും. ഇത് ഇവിടെ വരുമ്പോഴാണ് കൃത്യമായിട്ട് സൂര്യൻ ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ ദിശയിൽ സ്ട്രെയിറ്റായിട്ട് വരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ വെർട്ടിക്കലായിട്ടും ഒക്കെ വരുന്ന ദിവസങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പം മെയ് 10, സെപ്റ്റംബർ 12 അതിൻ്റെയൊക്കെ ഓരോരോ വരകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. ഓരോ ഡിഗ്രി എത്ര ഡിഗ്രി മാറുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഡിഗ്രി വ്യത്യാസം വരുന്നുണ്ട് ഓരോ മാസവും. അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സംഗീതത്തിൽ മുഴുകിയ വിവേകാനന്ദ പാറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്. വിവേകാനന്ദ പാറയുടെ ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് വിവേകാനന്ദ പാറയുടെ ആ മണ്ഡപത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ചെറിയ ബ്ലോക്ക് പോലെയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തെയും അദ്ദേഹത്തിൻ്റെ മറ്റ് ഓർമ്മകളെ ഒക്കെ സ്മരണകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കനാല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആ അങ്ങോട്ട് വരുന്ന സമാധി സ്ഥലത്തോട്ട് വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ ആവശ്യമുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ ചെറിയൊരു കനാല് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇനി അവിടെ നിന്നാണ് നമ്മൾ ക്യൂ നിന്നാണ് തിരിച്ച് ബോട്ടിന് നമ്മൾ തിരിച്ച് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ മെയിൻ ബീച്ചിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ പടവുകളൊക്കെ കെട്ടി ചെറിയ ഒരു, എനിക്ക് തോന്നിയിരിക്കുന്നത് ചെറിയ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി പടവുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതാ നല്ല വിഴാക്കലുണ്ട് കേട്ടോ. ഈ പായൽ പിടിച്ച് കിടക്കുന്ന, ഞാനങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. നല്ല വിഴാക്കൽ വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തെന്നുമെന്ന് തോന്നുന്നു. ഞാനതുകൊണ്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ആൾക്കാരൊക്കെ ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊരു അൺനോൺ പാരഡൈസാണ്. അങ്ങനെ ആരും ഇല്ല ഇവിടെ ഒന്നും. നല്ല വിജനമായ ഒരു ബീച്ചാണ്. അങ്ങനെ ആരും ഇല്ല.